നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്താണ്. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്, ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ഡയഗ്രാം കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്താണ് ഓക്കെ, ഡയഗ്രത്തിൽ എന്തോ പറയുന്നത്, ഫസ്റ്റ് ഒരു സോഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഇവിടെ ആയിട്ടൊരു സോഴ്സ് ഉണ്ട്, ഒരു സോഴ്സ് ഉണ്ട്, ദെൻ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, ഫൈബർ ഓപ്റ്റിക് കേബിൾ കാണിച്ചിട്ടുണ്ട്, ദെൻ ഒരു റിസീവർ ഉണ്ട്, യൂസർ ഉണ്ട് അല്ലേ. അപ്പോൾ അത്രയാണ് നമ്മൾ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ ഇവിടെ ഇപ്പോൾ ഒരു സോഴ്സ് ഉണ്ട്. ആൻഡ് സോഴ്സിൽ നിന്ന് സോഴ്സ് എന്തിനാണ് നമുക്ക് വരുന്നത്, നമ്മൾ ഒരു ലൈറ്റ് സോഴ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. ആൻഡ് ദർ ഈസ് എ ട്രാൻസ്മിറ്ററിൽ നിന്ന് നേരെ പോകുന്നത് എന്താണ്, ഒരു കണക്ടർ ഉണ്ട് ഇൻ ബിറ്റ്വീൻ ദ ഫൈബർ ഓപ്റ്റിക് കേബിൾ ആൻഡ് ട്രാൻസ്മിറ്റർ. എന്തിനാണ് കണക്ടർ, എന്തിനാണ് ഈ ട്രാൻസ്മിറ്ററിനെയും ഫൈബർ ഓപ്റ്റിക് കേബിളിനെയും തമ്മിൽ കണക്ട് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, കണക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന റിസീവർ, സോ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. ദെൻ യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പോയിന്റ് ടു വിച്ച് ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ്, അതിനെയാണ് നമ്മൾ യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് 3 സെക്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട് അല്ലേ. ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് 3 സെക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ. ഓക്കെ, ട്രാൻസ്മിറ്റർ ഉണ്ട്, ദെൻ ഒരു ഇൻഫർമേഷൻ ചാനൽ. നമ്മുടെ ഇൻഫർമേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഫൈബർ ഓപ്റ്റിക് കേബിൾ ആണ്. ദെൻ വി ഹാവ് എ റിസീവർ. അപ്പോൾ ഇവിടെ സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്ററിലേക്ക് പോകും, ട്രാൻസ്മിറ്ററിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ചാനൽ, ദെൻ ഒരു റിസീവർ. ഇങ്ങനെ 3 ഭാഗങ്ങളാണ്, 3 സെക്ഷൻസ് ആണ് നമുക്ക് ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷനകത്തുള്ളത്. അത് നമുക്ക് ഫസ്റ്റ് നോക്കാം, ട്രാൻസ്മിറ്റർ. ഓക്കെ, ട്രാൻസ്മിറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് സിഗ്നലിനെ എന്ത് ചെയ്യും, ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് മാറ്റുക. അതാണെന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് സിഗ്നലിനെ ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് മാറ്റുക എന്നുള്ളതാണ് ട്രാൻസ്മിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. സോ ഈ ട്രാൻസ്മിറ്ററിനകത്ത് 4 സാധനങ്ങളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് സിഗ്നൽ കാണും ഫ്രം, അതെന്ന് പറയുന്ന ഒരു മൈക്രോഫോണോ അല്ലെങ്കിൽ വീഡിയോ സിഗ്നലോ ആയിരിക്കും. പിന്നെ വരുന്നത് ഒരു എൻകോഡറാണ്. എൻകോഡർ എന്തിനാണ്, ഈ നമ്മൾ വരുന്ന ഈ ഇലക്ട്രിക് സിഗ്നലിനെ എന്ത് ചെയ്യണം, ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എൻകോഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് ഉണ്ട്, അതായത് ഈ ഒരു ഡിജിറ്റൽ സിഗ്നലിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യണം, നമുക്കവിടെ ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് നമ്മുടെ അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ലൈറ്റാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ആ ലൈറ്റ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലൈറ്റ് സോഴ്സ് വേണം. അതാണ് ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താണ്, പ്രൊവൈഡ് ലൈറ്റ് ഫോർ ട്രാൻസ്മിഷൻ ത്രൂ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ദെൻ ഒരു മോഡുലേറ്റർ ഉണ്ട്. മോഡുലേറ്റർ എന്തിനാണ്, മോഡുലേറ്റ് ഔട്ട്പുട്ട് ഓഫ് ലൈറ്റ് സോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഇൻഫർമേഷൻ സിഗ്നൽ. അതായത് നമ്മളിവിടെ ഒരു വീഡിയോ സിഗ്നലിനെ ഞാനിപ്പോൾ എന്താക്കിയിട്ടുണ്ട്, ഡിജിറ്റൽ സിഗ്നൽ ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഡിജിറ്റൽ സിഗ്നലിനെ എന്താക്കണം, ഞാൻ ലൈറ്റ് സിഗ്നലായിട്ട് മാറ്റണം. അതായത് ആ ലൈറ്റ് അതിനനുസരിച്ച് മോഡുലേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ട്രാൻസ്മിറ്റർ. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ഭാഗം എന്താണ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അതിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരവും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അതെന്താണ് ചെയ്യുന്നത്, നമ്മുടെ ലൈറ്റിനെ എന്ത് ചെയ്യും, അത് ലൈറ്റ് ക്യാരിങ് അവർ ഇൻഫർമേഷൻ അല്ലേ, ആ ഒരു ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ബൈ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിളിൻ്റെ ബേസിസിൽ. ദെൻ നമുക്ക് എന്തുണ്ട്, ഒരു റിസീവറുണ്ട്. ആ റിസീവറിന് എന്തൊക്കെയാണുള്ളത്, അതിൽ 3 കമ്പോണൻസ് ആണുള്ളത്. ഒരു ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ട്. അത് എന്ത് ചെയ്യും, ഇപ്പോൾ ലൈറ്റാണ് നമുക്ക് വരുന്നത് അല്ലേ, ആ ലൈറ്റിനെ എന്താക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുക. അതാണ് നമ്മുടെ ഈ ഫോട്ടോ ഡിറ്റക്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് എ ഡീകോഡർ ചെയ്യുന്നത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഇനി ഇൻഫർമേഷൻ ആയിട്ട് മാറ്റണം അല്ലേ. ഡീമോഡുലേറ്റ് ഇൻഫർമേഷൻ ഫ്രം ഇലക്ട്രിക്കൽ സിഗ്നൽ ആൻഡ് ആംപ്ലിഫൈ ചെയ്യണം. എന്നിട്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ, അതായത് ചിലപ്പോൾ അതൊരു വീഡിയോ ഒക്കെ ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം, ടി വിയിലേക്ക് കാണിക്കണ്ടേ. അതാണ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ 3 കമ്പോണൻസ് ആണ് ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷനകത്ത് ഉള്ളത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് പറയുന്നത് ഹൈ ബാൻഡ് വിഡ്ത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈ ബാൻഡ് വിഡ്ത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇൻഫർമേഷൻ, ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ഫൈബർ വഴി തന്നെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഫ്രീ ഫ്രം ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. നെഗ്ലിജിബിൾ ക്രോസ് ടോക്ക്, ദെൻ ലോ ട്രാൻസ്മിഷൻ ലോസ്, ഹൈ സെക്യൂരിറ്റി, അതായത് ടാപ്പിംഗ് ഒന്നും നടക്കത്തില്ല അവിടെ. പിന്നെ ലോ കോസ്റ്റ്, ലോങ് ലാസ്റ്റിംഗ്.
ദെൻ ഇതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത് ഒപ്റ്റിക്കൽ കണക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ 2 ഫൈബേഴ്സിന്, അതായത് ഇവിടെ ഇപ്പോൾ ഒരു 2 ഫൈബർ ഉണ്ട്. ഓക്കെ, ഈ 2 ഫൈബേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ കണക്ടേഴ്സ് യൂസ്ഡ് ടു കണക്ട് 2 ഫൈബേഴ്സ് ആർ ഹൈലി എക്സ്പെൻസീവ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുപോലെ ഞാൻ എന്തെങ്കിലും ഒരു ഫൈബർ അതിൻ്റെ ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് സംഭവിച്ചു, അങ്ങനെ ബ്രേക്ക് സംഭവിച്ചെങ്കിൽ ആ ഒരു കണക്ഷൻ വീണ്ടും റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വേണം. അതും എന്ത് തന്നെയാണ്, എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇനി ദിസ് മേ ബ്രേക്ക് വെൻ ബെൻ ടു സ്മോളർ കവേഴ്സ്. സ്മോളർ കൺവേർച്ചറിലേക്ക് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ബ്രേക്ക് ആയി പോകും. പിന്നെ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷനും കോൺട്രാക്ഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും, സിഗ്നൽ പവറിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത്തരമാണ് നമ്മുടെ ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക്ക് തരുന്നത്.